നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഇടപെട്ടതോടെ യമനിൽ അടിയന്തര ചർച്ചകൾ. മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. മോചനത്തിനായി പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ദിയാധനത്തിൽ ഇടപെടാൻ പരിമിതിയെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ. പ്രവർത്തനം അവസാനിപ്പിക്കാനൊരുങ്ങി ബജറ്റ് എയർലൈൻ വിസ് എയർ അബുദാബി. സെപ്റ്റംബർ 1 മുതൽ അബുദാബിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉണ്ടാകില്ലെന്ന് കമ്പനി. ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ DGCA. പരിശോധിക്കുക എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാക്കി UAE. നടപടി രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തൽ ലക്ഷ്യമിട്ട്. 18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി. ശുഭാൻശു ശുക്ലയും കൂട്ടരും നാളെ വൈകിട്ട് 3 മണിയോടെ ഭൂമിയിലെത്തും. പേടകം ഇറങ്ങുക കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം 6 മാസത്തിൽ കവിയരുതെന്ന് ഹൈക്കോടതി. സർക്കാർ പാനലിൽ നിന്ന് VCമാരെ നിയമിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. ഗവർണറുടെ അപ്പീൽ തള്ളി. സാങ്കേതിക ഡിജിറ്റൽ VCമാർ പുറത്തേക്ക്. വിവാഹമോചന കേസുകളിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി. സ്വകാര്യതയുടെയും മൗലികാവകാശത്തിന്റെയും ലംഘനമാകില്ലെന്ന് കോടതി. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഇടപെട്ടതോടെ യമനിൽ അടിയന്തര ചർച്ചകൾ തുടരുകയാണ്. മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമാവുന്നു. ചാണ്ടി ഉമ്മൻ MLAയുടെ ആവശ്യപ്രകാരമാണ് കാന്തപുരം യമനിലെ സൂഫി പണ്ഡിതൻ ഷേഖ് ഹബീബ് ഉമൻ ബിൻ ഹഫീലുമായി സംസാരിച്ചത്. തലാലിന്റെ സഹോദരനും നോർത്ത് യമൻ ഭരണകൂടവുമായും സംസാരിച്ചു. ഇതാദ്യമായാണ് തലാലിന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ചർച്ചകൾ. യമൻ സുപ്രീം കോടതി ജഡ്ജി, തലാലിന്റെ സഹോദരൻ, ഗവൺമെന്റ് പ്രതിനിധി, മതപണ്ഡിതന്മാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകൂ. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന ആക്ഷൻ കൗൺസിലുമായി ചേർന്നാകും കാര്യങ്ങൾ നടപ്പാക്കുക. വധശിക്ഷ നീട്ടിവെക്കണമെന്ന് യമൻ സർക്കാരിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതിനാൽ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ഇതിനായി മറ്റ് മാർഗങ്ങളും ഇന്ത്യ തേടിയിട്ടുണ്ട്. പരിമിതികൾ ഉള്ളതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അറ്റോർണി ജനറൽ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും നല്ലത് സംഭവിക്കട്ടെ എന്നും AG പറഞ്ഞു. ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തിയത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത്. നിമിഷപ്രിയയ്ക്ക് സഹായഹസ്തം നീട്ടി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ കുടുംബം. ദിയാധനം സ്വീകരിച്ച യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ കൂടി ആലോചിച്ച് പണം നൽകാൻ തയ്യാറാണെന്ന് അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ജനറൽ കൺവീനർ KK ആലിക്കുട്ടി പറഞ്ഞു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 48 കോടി രൂപയാണ് ആകെ സമാഹരിച്ചത്. ഇതിൽ 37 കോടി രൂപയാണ് വധശിക്ഷയിൽ നിന്നും റഹീമിനെ മോചിപ്പിക്കാനായി ചിലവഴിച്ചത്. ബാക്കി തുക നിമിഷപ്രിയയുടെ മോചനത്തിനായി നൽകാൻ തയ്യാറാണെന്നാണ് റഹീമിന്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട സഹായ സമിതികളും അറിയിച്ചത്. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ നിയമവിദഗ്ധരുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച് തുക നൽകുമെന്ന് റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ജനറൽ കൺവീനർ KK ആലിക്കുട്ടി പറഞ്ഞു. ഓൺലൈൻ യോഗ കൂടിയത്, ആ യോഗത്തിൽ വെച്ച് ഇങ്ങനെ വരുന്ന പക്ഷം എപ്പോഴാണ് അങ്ങനെ ഒരു ദിയാപണം ആവശ്യപ്പെടുകയാണെങ്കിൽ, ആ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇതുവരെ കമ്മിറ്റിയൊന്നും ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ, ആണെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അവർക്ക് വേണ്ട എല്ലാ നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുമെന്നൊക്കെ നമ്മൾ തയ്യാറായ കാര്യം നമ്മൾ അറിയിക്കുകയാണ്.
ഞങ്ങൾ സഹായിച്ചിട്ട് വിജയിക്കുകയാണെങ്കിൽ പരമാവധി സഹായിക്കും. അതല്ല ഞങ്ങളൊരു പാർട്ടാവുകയാണെങ്കിൽ പാർട്ടാവും. എങ്ങനെയും നമ്മളതിന് തയ്യാറാണ്. നമ്മൾ അവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ മാസം 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ പോലും കഴിയൊഴിഞ്ഞ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുക എന്നൊരു പോംവഴി മാത്രമാണിനി ബാക്കിയുള്ളത്. അതിനായുള്ള പരിശ്രമത്തിലാണ് കുടുംബം ഉൾപ്പെടെയുള്ളവർ. അമൃത ന്യൂസ്, കോഴിക്കോട്. അബുദാബിയിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന ബജറ്റ് എയർലൈൻ വിസ് എയർ അബുദാബി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ അബുദാബിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉണ്ടാവില്ലെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു. ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യവും തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് അബുദാബിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്താൻ കാരണമായി വിസ് എയർ പറയുന്നത്. കുറഞ്ഞ നിരക്കിലുള്ള സേവനം തുടരാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഹംഗറി ആസ്ഥാനമായ ലോ കോസ്റ്റ് എയർലൈനായ വിസ് എയർ 2020 മുതലാണ് അബുദാബിയിൽ നിന്നും സർവീസ് ആരംഭിച്ചത്. പൈലറ്റുമാർ ഉൾപ്പെടെ 700ഓളം സ്റ്റാഫുകൾ അബുദാബിയിൽ വിസ് എയറിനുണ്ട്. ചൂട് കൂടിയ കാലാവസ്ഥയിൽ വിമാന എഞ്ചിനുകൾ തുടർച്ചയായി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതും സർവീസുകൾ നിർത്താൻ പ്രധാന കാരണമാണ്. നിലവിലെ ചട്ടങ്ങൾ മൂലം കൂടുതൽ വികസന സാധ്യതകളില്ലാത്തതും സേവനം അവസാനിപ്പിക്കാൻ വിസ് എയറിനെ പ്രേരിപ്പിച്ചു. ഓഗസ്റ്റ് 31 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ നേരിട്ടോ ഇമെയിൽ മുഖാന്തരമോ കമ്പനിയുമായി ബന്ധപ്പെട്ട് റീഫണ്ടോ പകരം യാത്രാ സൗകര്യമോ ഉറപ്പാക്കണമെന്നും വിസ് എയർ അറിയിച്ചു. അബുദാബിയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ ADQയുമായി സഹകരിച്ചാണ് വിസ് എയർ അബുദാബി ആരംഭിച്ചത്. അമൃത ന്യൂസ്, അബുദാബി. വിമാനങ്ങളിലെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകി DGCA. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികളുടെ ബോയിംഗ് വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളാണ് പരിശോധിക്കുന്നത്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് DGCAയുടെ ഉത്തരവ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാണെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽമാർ, വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രവർത്തകർ എന്നിവർക്കൊക്കെ യോഗ്യത തെളിയിക്കുന്ന പ്രൊഫഷണൽ ലൈസൻസ് ആവശ്യമാണ്. 2021 മുതലാണ് UAEയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രൊഫഷണൽ ലൈസൻസ് ഏർപ്പെടുത്തിയത്. രാജ്യത്തെ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, സ്കൂൾ മേധാവിമാർ, വിദ്യാലയങ്ങളിൽ സാങ്കേതിക സഹായങ്ങൾ നൽകുന്ന സയൻസ് ലാബ് ടെക്നീഷ്യന്മാർ, ലൈബ്രറിയന്മാർ, അക്കാദമിക് കരിയർ കൗൺസിലർമാർ, ക്ലാസ് റൂം അസിസ്റ്റന്റുമാർ തുടങ്ങിയ അനധ്യാപക ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിർബന്ധമാണ്. പ്രൊഫഷണൽ ലൈസൻസ് നേടാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. പഠിപ്പിക്കുന്ന വിഷയത്തിലുള്ള യോഗ്യത ബോധ്യപ്പെടുത്തുന്ന പരീക്ഷകളും പാസ്സാകണം. വിദേശ രാജ്യങ്ങളിലെ പ്രൊഫഷണൽ ലൈസൻസ് ഉള്ളവർ അധ്യാപന പരിചയത്തിന്റെ സാക്ഷ്യപത്രം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവയും സമർപ്പിക്കണം. പ്രൊഫഷണൽ ലൈസൻസിംഗ് വകുപ്പ് ഓരോ അധ്യയന വർഷത്തിന്റെയും തുടക്കത്തിൽ പരീക്ഷാ ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. തുടർച്ചയായി 3 തവണ യോഗ്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് അടുത്ത 6 മാസക്കാലത്തേക്ക് വീണ്ടും പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. യോഗ്യതയുള്ള അധ്യാപകരെ നിയമിച്ചുകൊണ്ട് രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രൊഫഷണൽ ലൈസൻസിംഗ് നടപടികൾ UAE കൈക്കൊള്ളുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കുവൈറ്റ് പൗരന്മാർക്ക് വിസ സംവിധാനം ആരംഭിച്ചതായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വേക്ക. ഇത് പ്രകാരം കുവൈറ്റിലെ സ്വദേശികൾക്ക് വിസ സെന്ററുകളിലോ എംബസിയിലോ സന്ദർശിക്കാതെ തന്നെ ഇന്ത്യയിലേക്കുള്ള വിസകൾ ലഭ്യമാകും. എന്നാൽ ഓൺലൈൻ ഇടപാടുകൾ കൈകാര്യം ചെയ്യാൻ അറിയാത്തവർക്ക് ഇതിനായി വിസ കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ടൂറിസ്റ്റ്, ബിസിനസ്, മെഡിക്കൽ, ആയുഷ്, യോഗ, കോൺഫറൻസ് എന്നീ 5 വിഭാഗങ്ങളിലാണ് വിസ ലഭ്യമാവുക. ഇന്ത്യയിലേക്ക് തിരിച്ചും നിരവധി തവണ യഥേഷ്ടം യാത്ര ചെയ്യാവുന്ന 6 മാസം മുതൽ 5 വർഷം വരെ കാലാവധിയുള്ള വിസയാണ് അനുവദിക്കുക. $40 മുതൽ പരമാവധി $80 വരെയാണ് വിസ ഫീസ് നിരക്ക്. യാത്രാ തീയതിയുടെ 4 ദിവസം മുമ്പെങ്കിലും ഫീസ് അടച്ചിരിക്കണം. വിസ സംവിധാനം ആരംഭിക്കുവാൻ കുവൈറ്റി പൗരന്മാർ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നുവെന്നും ഇതിന്റെ സാക്ഷാത്കാരമാണിതെന്നും സ്ഥാനപതി അറിയിച്ചു. ഭീകരസംഘടനയായ ISISൽ ചേരാൻ പ്രേരിപ്പിക്കുകയും അമീറിനെയും ഗൾഫ് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും അപമാനിക്കുകയും ചെയ്ത കേസിൽ കുവൈറ്റ് പൗരന് 5 വർഷം കഠിന തടവ്. പ്രതിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ISISനെ പിന്തുണയ്ക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും കുവൈറ്റിലെയും മേഖലയിലെയും രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് മോശമുള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഇയാൾ തന്റെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാകുന്ന ഗുരുതര കുറ്റകൃത്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു.
ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി. 18 ദിവസത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വാസത്തിനു ശേഷമാണ് ശുഭാൻഷു ശുക്ല അടങ്ങുന്ന സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 ക്രൂ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തിയത്. വൈകിട്ടോടെ തുടങ്ങിയ അൺഡോക്കിംഗ് പ്രക്രിയയിൽ ത്രസ്റ്റർ ജ്വലനങ്ങൾ കൃത്യമായിരുന്നുവെന്നും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലുകയാണെന്നും നാസ അധികൃതർ അറിയിച്ചു. ആക്സിയം 4 ദൗത്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ക്രൂവിനോട് കമാൻഡർ പെഗി വിറ്റ്സൺ നന്ദി രേഖപ്പെടുത്തി. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുക. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 3 മണിയോടെ പേടകം കാലിഫോർണിയയ്ക്ക് സമീപം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിപ്പിച്ച പേടകത്തിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിലിറക്കുന്ന പ്രക്രിയയാണ് സ്പ്ലാഷ് ഡൗൺ. അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി 7 ദിവസം ഇവർ അവിടെയായിരിക്കും. ജൂൺ 26-നാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം 4 ദൗത്യം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോ സുസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് സംഘത്തിലുള്ളത്. ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് കോടതി. ഇത്തരം തെളിവുകൾ സ്വീകരിക്കാനാകില്ല എന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി. മൗലികാവകാശ ലംഘനമെന്ന പേരിൽ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് റദ്ദാക്കിയാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഇനി പങ്കാളി അറിയാതെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്താൽ അത് തെളിവായി കോടതികളിൽ സ്വീകരിക്കാം. മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ലെന്ന് വിധിയിൽ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. വിവാഹമോചന കേസുകളിൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. വിവാഹമോചന കേസുകളിൽ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ കക്ഷികൾക്ക് ഇനി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം 6 മാസത്തിൽ കവിയരുതെന്ന് ഹൈക്കോടതി. സർക്കാർ പാനലിൽ നിന്ന് VCമാരെ നിയമിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി ശരിവെച്ചു. ഗവർണറുടെ അപ്പീൽ തള്ളി. സാങ്കേതിക ഡിജിറ്റൽ VCമാർ പുറത്തേക്ക് പോവുകയാണ്. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടിയായിക്കൊണ്ടാണ് നടപടി. ഗവർണറുടെ അപ്പീൽ ബെഞ്ച് തള്ളുകയായിരുന്നു. കേരള സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായത്. കേരള സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടി നിയമപരമല്ലെന്നും സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിലും വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പ്രതികരിച്ചു. തൃശൂരിൽ സ്വകാര്യ ചടങ്ങിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി രാമനിലയത്തിൽ വെച്ചാണ് കേരള സർവകലാശാല താൽക്കാലിക VC മോഹനൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടത്തിയത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. സിൻഡിക്കേറ്റ് ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്ന് ചർച്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പ്രതികരിച്ചു. സിൻഡിക്കേറ്റ് എങ്ങനെ കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഉൾപ്പെടണം. ഇതൊന്നും നടന്നിട്ടില്ല. സംഭവങ്ങളെല്ലാം ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണറെ ബോധിപ്പിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മോഹൻ കുന്നുമ്മൽ കൂട്ടിച്ചേർത്തു. അതേസമയം കുന്നുമ്മലിനെതിരെ സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ രംഗത്തെത്തി. VCക്ക് ആക്ടും സ്റ്റാറ്റ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഐ ആം ദ യൂണിവേഴ്സിറ്റി എന്നതാണ് VCയുടെ നിലപാടെന്നും G മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എനിക്ക് എന്ത് തീരുമാനം എടുക്കാം എന്നാണ് പറയുന്നത്. ഐ ആം ദ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഐ ആം ദ യൂണിവേഴ്സിറ്റി, ഞാൻ തീരുമാനം എടുക്കും. ഞാനത് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യും.
സിൻഡിക്കേറ്റ് അംഗീകരിച്ചോണമെന്നാണ് പറയുന്നത്. ഓൺലൈൻ ഫയൽ നോക്കാൻ പോലും എനിക്ക് അനുഭവമില്ലെന്നാണ് പറയുന്നത്. അതേസമയം മോഹനൻ കുന്നുമ്മലിനെതിരെ വിചാരണ സദസ്സുമായി SFI എത്തി. വിദ്യാർത്ഥികൾക്കായി VC-യോട് SFI 15 ചോദ്യങ്ങൾ ഉയർത്തി. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ VC-ക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അതിന് ധൈര്യമില്ലെങ്കിൽ വൈസ് ചാൻസലർ പണി അവസാനിപ്പിക്കണമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. മിസ്റ്റർ മോഹനൻ കുന്നുമ്മലിനോട് 15 ചോദ്യങ്ങൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ചോദിക്കുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ അങ്ങ് ഈ കസേരയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി വിദ്യാർത്ഥികളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. 40 മിനിറ്റിലേറെ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ സർവകലാശാല ഭരണ പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. അമൃത ന്യൂസ്, തൃശൂർ. കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. VC തീർപ്പാക്കേണ്ട ഫയലുകൾ അനങ്ങാതെ കെട്ടിക്കിടക്കുകയാണ്. അതേസമയം VC മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും സർവകലാശാലയിൽ എത്തിയില്ല. സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇതിനോടകം 2500 കടന്നു. നിരവധി അക്കാദമിക് കോഴ്സ് അംഗീകാരത്തിനുള്ള ഫയലുകൾ, അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷകളടക്കം കെട്ടിക്കിടക്കുകയാണ്. അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം, പ്രൊമോഷൻ ഫയലുകൾ ഉൾപ്പെടെ ഒന്നും തീർപ്പാക്കുന്നില്ലെന്നാണ് ആരോപണം. 2 ആഴ്ചയോളമായി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തിയിട്ട് ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് വിദ്യാർത്ഥികളാണ്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ടയക്കുന്ന ഫയലുകൾ മോഹനൻ കുന്നുമ്മൽ മടക്കി അയക്കുന്നുമുണ്ട്. ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ടയച്ച ഫയലുകളും VC മടക്കി അയച്ചു. ടെൻഡർ മാറ്റി നൽകാൻ സിൻഡിക്കേറ്റിനാണ് അധികാരമാണെന്നിരിക്കെ ഈ ഫയലുകളിൽ പൂർണ്ണ അധികാരം വേണമെന്ന VC-യുടെ ആവശ്യവും നടക്കില്ലെന്നുറപ്പായി. സർവകലാശാലയിലെ ഭരണസ്തംഭനത്തിൽ കോൺഗ്രസ് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടേത് കുറ്റകരമായ മൗനമാണെന്ന് M വിൻസെന്റ് MLA പറഞ്ഞു. ഇക്കാര്യത്തിലുള്ള ഗവർണറുടെ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. ആ ഗവർണർ നടത്തുന്ന ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ മൗനമുണ്ടാകുന്നു. അതേസമയം VC-ക്കെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് SFI-യുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിശുദ്ധ കാബാലയത്തിന്റെ നേർമുകളിൽ സൂര്യൻ വരുന്ന പ്രതിഭാസം നാളെ ഉച്ചയ്ക്ക് നടക്കും. ഈ വർഷം ഇത് 2ാം തവണയാണ്. സോളാർ സെനിത്ത് എന്നറിയപ്പെടുന്ന ഈ ജ്യോതിശാസ്ത്ര സംഭവം വർഷത്തിൽ 2 തവണ സംഭവിക്കുകയും പ്രപഞ്ച വ്യവസ്ഥയുടെ കൃത്യതയ്ക്ക് ഉദാഹരണമായി മാറുകയും ചെയ്യുന്നു. സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് നീങ്ങുമ്പോഴാണ് പ്രതിഭാസം സംഭവിക്കുന്നതെന്ന് ജിദ്ദ ജ്യോതിശാസ്ത്ര സൊസൈറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ മാജിദ് അബു സഹർ പറഞ്ഞു. മക്ക സമയം ഉച്ചയ്ക്ക് 12:27 സൂര്യൻ മക്കയുടെ ധ്രുവരേഖയ്ക്ക് നേരെ മുകളിലായി ഏകദേശം 89.5 ഡിഗ്രി കോണിലായിരിക്കും. ദുഹർ ബാങ്കിന്റെ ഈ സമയത്ത് കബാലയത്തിന്റെ നിഴൽ അപ്രത്യക്ഷമാകും. ചുറ്റുമുള്ള ലംബ വസ്തുക്കൾക്ക് നിഴലുകളും ഉണ്ടാകില്ല. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക പ്രോട്ടോകോൾ കാറായി ജനസിസ് G90 തെരഞ്ഞെടുത്തു. ചടങ്ങുകൾക്കും പ്രത്യേക ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിലേക്കാണ് ഈ ആഡംബര മോഡൽ ഉപയോഗിക്കുക. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച പ്രത്യേകതകൾ പ്രകാരം ഇഷ്ടാനുസൃതമാക്കിയ ജനസിസ് G90 മോഡലുകൾ ഉടൻ തന്നെ പോലീസിന് കൈമാറും. കുവൈറ്റിലെ സർക്കാർ മേഖലയിൽ ജനസിസ് ബ്രാൻഡിന്റെ സ്വാധീനം കൂടുതൽ ശക്തമായി എന്നതാണ് ഇത് പ്രകടമാക്കുന്നത്. സൗദിയിൽ നിരോധിത മരുന്നുമായി കുടുംബസമേതം ഉംറയ്ക്കെത്തിയ പിടിയിലായ മലയാളി ജയിൽ മോചിതനായി. മലപ്പുറം അരീക്കോട് വെള്ളേരി സ്വദേശിയായ മുസ്തഫയാണ് കുടുംബസമേതം ഉംറയ്ക്കെത്തി പിടിയിലാവുകയും 4.5 മാസം ജയിലിൽ കഴിയേണ്ടി വന്നതും. അയൽവാസി മക്കയിലെ രോഗിയായ സുഹൃത്തിന് നൽകാനായി കൊടുത്തുവിട്ട ഗാബാപെന്റിൻ എന്ന മരുന്ന് ജിദ്ദ എയർപോർട്ടിൽ വെച്ച് അധികൃതർ പിടികൂടുകയായിരുന്നു. സൗദിയിൽ നിന്നും ഡോക്ടർമാർ എഴുതി കൊടുത്താൽ മാത്രം കുറഞ്ഞ അളവിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഈ മരുന്ന് 180 എണ്ണം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. 1 വർഷമെടുത്താണ് കേസിന്റെ നടപടികൾ പൂർത്തിയാക്കി മുസ്തഫയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങുന്നത്. ഭാര്യയും കുട്ടികളെയും നേരത്തെ വിട്ടയച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ രാജ്യം മുഴുവൻ വോട്ടർ പട്ടിക നവീകരിക്കാനൊരുങ്ങുകയാണ്. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക നവീകരിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തടയില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാജ്യമൊട്ടാകെ ഈ രീതിയിൽ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള കമ്മീഷന്റെ നീക്കം. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശ്, മ്യാൻമാർ കുടിയേറ്റക്കാർ ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നുവെന്ന് കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതും കണക്കിലെടുത്താണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ബീഹാറിൽ ഈ വർഷമാണ്
തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. അടുത്ത മാസത്തോടെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള സംവിധാനങ്ങൾ പ്രാദേശികമായി ഏർപ്പെടുത്തും. ഏറ്റവും അവസാനം പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. അല്ലാത്തപക്ഷം 6 രേഖകൾ സമർപ്പിക്കേണ്ടി വരും. 2026 ജനുവരി 1 18 വയസ്സ് തികയുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മലയാളത്തിന്റെ അഭിനയ പ്രതിഭ പത്മശ്രീ തിലകന്റെ 90ാം ജന്മദിനമാണ് ജൂലൈ 15-ന്. സിനിമയ്ക്കും അകത്തും പുറത്തും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വം. എന്നാൽ ആ ഓർമ്മകളെ പോലും അവഗണിക്കുകയാണ് നാട്. മഹാനടന്റെ ഓർമ്മയ്ക്കായി 2020-ൽ ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് 1 വർഷത്തിനുള്ളിൽ പൂട്ടി. മലയാളത്തിൻ്റെ മഹാനടൻ തിലകൻ്റെ ഓർമ്മയ്ക്കായി കേരളത്തിൽ ആദ്യമുയർന്ന സ്മാരകമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഇടുക്കി പെരുവന്താനം മണിക്കലിലെ ടൂറിസം പദ്ധതി. എന്നാൽ ഈ പദ്ധതി ഇന്ന് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. തിലകൻ എന്ന മഹാനടനെക്കുറിച്ചുള്ള ഓർമ്മകളെപ്പോലും അപമാനിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്. മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടകാഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിൽ വെച്ചാണ്. മഹാനടന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 9-ന് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലായി. മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലായി. ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തികഞ്ഞ കെടുകാര്യസ്ഥതയാണ് അവർ എല്ലാ വിഷയങ്ങളിലും പുലർത്തുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്കുപേക്ഷിച്ചു. വൈകാതെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. അഭിനയകലയുടെ പെരുന്തച്ഛനെ ജന്മനാട് ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. തിലകൻ സ്മാരകത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്. രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് വെള്ളിമാട് കുന്നുമാത്ത അമൃതാനന്ദമയി മഠത്തിൽ നടന്നു. രാമകഥാമൃതം എന്ന ലേഖന പരമ്പര ക്രോഡീകരിച്ചാണ് പുസ്തകം തയ്യാറാക്കിയത്. കോഴിക്കോട് NIT ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 പ്രൊഫസർമാർ ചേർന്നാണ് പുസ്തകം തയ്യാറാക്കിയത്. മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ആചാര്യ AKB നായർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. രാമായണത്തിന്റെ കാലിക പ്രസക്തി കണക്കിലെടുത്ത് രാമചരിതത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2024-ലെ രാമായണ മാസത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രാമകഥാമൃതം ലേഖന പരമ്പരകൾ ക്രോഡീകരിച്ചുകൊണ്ട് കോഴിക്കോട് NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകം പുറത്തിറക്കിയത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഫിസിക്സ് വകുപ്പ് മുൻ മേധാവിയും ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഗവേഷകനുമായ പ്രൊഫസർ വർഗീസ് മാത്യു, NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെ മുൻ മേധാവി പ്രൊഫസർ R ശ്രീധരൻ, നിലവിലെ മേധാവിയായ പ്രൊഫസർ ആശിഷ് അവസ്ഥി എന്നിവർ ചേർന്നാണ് രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന പുസ്തകം തയ്യാറാക്കിയത്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ആചാര്യ AKB നായർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. അതിശയകരമായ രീതിയിൽ മനുഷ്യ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അസാമാന്യമായ ഒരു കഴിവ് അവിടെ കവി വാൽമീകി മഹർഷി ആദികവി അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ എത്ര കണ്ട് എത്തിച്ചേരുന്നോ അത്രയും നമ്മുടെ കുടുംബധർമ്മങ്ങൾ നന്നാവും. ആശ്രമത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് അമ്മയുടെ അനുഗ്രഹമായി കരുതുന്നു എന്ന് ആചാര്യ AKB നായർ പറഞ്ഞു. അമ്മ എല്ലാവരെയും സ്നേഹിക്കാനാണ് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കണം. അതങ്ങനെയാണ്. അവരുടെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്. ആ മനസ്സിലെ ദുഃഖം അകറ്റാനുള്ള പ്രവണത മാറ്റുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെയും ഉദ്ദേശം. അതിന് പറ്റിയ ഇടമാണ് അത് കാണിച്ചു തന്നിരിക്കുന്നത്. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന അതേ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തരവും രാമായണത്തിലുണ്ടെന്ന് പുസ്തകം തയ്യാറാക്കിയ പ്രൊഫസർ വർഗീസ് മാത്യു പറഞ്ഞു. ഒരു ഐതിഹ്യമായ ആണെങ്കിൽ തന്നെ
ഇന്നും മനുഷ്യരാശിയെ നേരിടുന്ന പല പ്രശ്നങ്ങളും അതേ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ അല്പം സങ്കീർണമായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങളും രാമായണത്തിലുണ്ട്. രാമായണത്തിലെ മഹത്തായ സന്ദേശങ്ങൾ തലമുറകളിലേക്ക് എത്തിക്കുക എന്നതാണ് പുസ്തകത്തിന്റെ ലക്ഷ്യമെന്ന് പ്രവാസി മലയാളി അസോസിയേഷൻ പ്രസിഡന്റും ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. പുതിയ തലമുറയിൽ ഇതിൻ്റെ സന്ദേശങ്ങളും ദർശനങ്ങളും മഹത്തായ ആശയങ്ങളും എത്തിക്കുക എന്നുള്ള കർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊരു പുസ്തകത്തിന് വിഭാവനം ചെയ്തിട്ടുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. 22 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 170 റൺസിന് പുറത്തായി. 4 വിക്കറ്റിന് 58 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 61 റൺസ് എടുത്ത ജഡേജയും 43 റൺസ് എടുത്ത രാഹുലും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചർ, ബെൻ സ്റ്റോക്സ് എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. 4ാം ടെസ്റ്റ് 23 മുതൽ മാഞ്ചസ്റ്ററിൽ നടക്കും. സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ ആലപ്പുഴയും പാലക്കാടും 1-1 സമനിലയിലും തിരുവനന്തപുരം 2-0 കോട്ടയത്തെയും പരാജയപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരങ്ങളിൽ തിരുവനന്തപുരം 4-0 പാലക്കാടിനെ പരാജയപ്പെടുത്തി. വൈകിട്ട് ആലപ്പുഴയും കോട്ടയവും തമ്മിൽ നടന്ന മത്സരം 2-2 എന്ന സമനിലയിൽ പിരിഞ്ഞു. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. നാളെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ തൃശൂർ എറണാകുളത്തെയും കൊല്ലം വയനാടിനെയും, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മത്സരങ്ങളിൽ കോട്ടയം പാലക്കാടിനെയും തിരുവനന്തപുരം ആലപ്പുഴയെയും നേരിടും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.